ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചുരിദാറിനും കുർത്തിക്കുമൊക്കെ നമ്മൾ നെക്ക് ഇറക്കി വെട്ടുമ്പോൾ കഴുത്ത് ഒരുപാട് മലന്ന് ഷോൾഡർ ചാടി പോകാറൊക്കെയില്ലേ, അത് ഇല്ലാണ്ട് എങ്ങനെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. പിന്നെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കിവിടെ ഷോൾഡർ വേണ്ടത് 7.5 ഇഞ്ച് 15 ഇഞ്ചാണ് കറക്റ്റ് ഷോൾഡർ വേണ്ടത്. അപ്പോൾ ഈ ഡീപ്പ് നെക്ക് വെട്ടുമ്പോൾ നമ്മൾ ഒരു 1.5 ഇഞ്ച് കുറച്ചാണ് ഇവിടെ ഷോൾഡർ എടുക്കുള്ളൂ. അപ്പോൾ 1.5 എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കറക്റ്റ് 6 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഈ 6 ഇഞ്ചിൽ നമുക്ക് ഹാഫ് ഷോൾഡറും നെക്കും അടയാളപ്പെടുത്താം അത് തന്നെ. അപ്പോൾ ഹാഫ് ഷോൾഡർ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു 2.5 കിട്ടിയാൽ മതി. തയ്ച്ച് ഇവിടുത്തെ തയ്യൽ തുമ്പും കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2.25 ഇഞ്ച് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 2.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് മീൻസ് ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ഇവിടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പും എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3/4 ഇഞ്ച്. അപ്പോൾ ഞാനിവിടെ ഈ 2.5യുടെ കൂടെ 3/4 ഇഞ്ച് കിട്ടുമ്പോൾ 3.25 കിട്ടും. അപ്പം നമുക്ക് ഹാഫ് ഷോൾഡർ കിട്ടിയിട്ടാ 3.25 കിട്ടി. ബാക്കിയുള്ളതാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്, അതായത് ഒരു 2.5 ഇഞ്ച് നമുക്ക് നെക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇതായി. ഞാനിപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യണ കാണിക്കണേ കേട്ടോ. പിന്നെ ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച്. സാധാരണ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ എടുക്കാം. 3 ഇഞ്ചാണ് ഞാനിവിടെ വിഡ്ത്ത് അകലെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്യാം. ഇങ്ങനൊരു ഷേപ്പ്. നെക്ക് ലെങ്ത്ത് നമുക്കിവിടെ കിട്ടി. ഇവിടെ തയ്യൽ തുമ്പൊന്നും നമ്മൾ കൂട്ടിയെടുക്കേണ്ട, കറക്റ്റ് 7 ഇഞ്ച് തന്നെ നമ്മൾ. അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് പോകുന്നതനുസരിച്ച് ഇവിടെയും തയ്യൽ തുമ്പ് പോകും. വക്രത്തിലാണെങ്കിൽ നമ്മൾ ഇവിടെ 6.5 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. വക്രം ഒട്ടിച്ചിട്ടാണ് ഇവിടെ ചെയ്യണമെങ്കിൽ നെക്ക് 6.5 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 3.25 ഇഞ്ച് നമുക്ക് ഹാഫ് ഷോൾഡർ കിട്ടി. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് വേണ്ടത് 36 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വേണ്ടത്. അപ്പോൾ ചെസ്റ്റ് അളവിൻ്റെ 4/1 9 അല്ലേ. 9ൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ ടക്കിനുള്ള ഇതിനും കൂടി കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 9.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടാണ്. 9.5 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കറക്റ്റ് ചെസ്റ്റിൻ്റെ അളവ് തന്നെയാണ്, നമ്മളൊന്നും കൂട്ടിയെടുക്കണില്ല. പിന്നെ ഈ 1/2 ഇഞ്ച് കൂട്ടിയെടുത്തേക്കണം നമ്മൾ ഇവിടെ ഇടാനുള്ള ടക്കിൻ്റെ കണക്കാക്കിയാണ് കേട്ടോ. ടക്ക് ഇട്ടിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നീങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് ഇവിടെ കൂടുതൽ എടുത്തേണത്. ഇനി നമുക്ക് കൈക്കുഴി കണ്ടെത്തണം. കൈക്കുഴി 16.5 കൈക്കുഴി വേണ്ടത്. പിന്നെ ഇടവണ്ണം 13 ഉണ്ട്. അപ്പോൾ നമുക്ക് കൈക്കുഴി കണ്ടെത്താൻ വേണ്ടി ഇവിടെ നിന്ന് ഇടവണ്ണത്തിൻ്റെ ഇതെടുക്കുമ്പോൾ നമുക്ക് 6.5 ഇവിടെ കിട്ടും. കൈക്കുഴി എത്ര? 5.5 ഇഞ്ചിൽ നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് നോക്കാം. കൈക്കുഴി 16.5 കിട്ടണ്ടോ എന്ന് നമുക്കിവിടെ നോക്കാം. കറക്റ്റ് 16 നമുക്ക് കിട്ടും. ഇത് ഞാൻ എടുത്തേക്കണ ഇടവണ്ണമാണ്. ഞാൻ ഈ കൈക്കുഴിയുടെയും കൈയിൻ്റെയും പെർഫെക്റ്റായിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൈക്കുഴിയും കൈയും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും അതിൻ്റെ അളവുകളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കൈക്കുഴിയും കിട്ടി. ഇനി നമുക്കിവിടെ വേണ്ടത് നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണമാണ്. വേസ്റ്റ് ലെങ്ത്ത് 14.5 ഇഞ്ച്. പിന്നെ ഹിപ്പ് ലെങ്ത്ത്, പിന്നെ കുർത്തിയുടെ ഫുൾ ലെങ്ത്ത്, ഇതൊക്കെ നമുക്ക് പീസിൽ അടയാളപ്പെടുത്താം. എന്നിട്ട് അവിടുത്തെ വണ്ണങ്ങളാണ് നമ്മളിവിടെ മാർക്കേണ്ടത്. അവിടുത്തെ വണ്ണങ്ങളൊക്കെ സാധാരണ നമ്മൾ കുർത്തിക്കൊക്കെ ചെയ്യണ തൊട്ട് തന്നെ വേസ്റ്റിൻ്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 8.5 എടുത്തിട്ടുണ്ട്. ഇവിടെ 32 ഇഞ്ചാണ് വേസ്റ്റ്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8.5 എടുത്തിട്ടുണ്ട്. പിന്നെ ഹിപ്പിനും നമ്മൾ സാധാരണ
കൂടണമായിട്ട് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നമ്മൾ കൂട്ടിയെടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ 1/2 ഇഞ്ചാണ് എടുക്കാറ്. അപ്പോൾ ഹിപ്പിന് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കും. പിന്നെ താഴത്ത് ലെങ്ത്തിൻ്റെ അവിടെ എത്ര വൈഡിങ് വേണോ അതനുസരിച്ച് നമുക്ക് അവിടെയും കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ തയ്യൽ തുമ്പിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും മാറ്റിയെടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ ഇത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് ബാക്ക് പീസാണ് കേട്ടോ. അപ്പോൾ ഈ ബാക്ക് പീസിൽ നമുക്ക് വണ്ണം വേണ്ടത് 9 ഇഞ്ച് കറക്റ്റ് എടുത്താൽ മതി കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബാക്കിൽ ലെങ്ത്ത് വേണ്ടത് 10 ഇഞ്ചാണ് കേട്ടോ ബാക്ക് ഇറക്കേണ്ടത്. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ കുറക്കും. ബാക്കിലെ പീസിന് മാത്രം 1/2 ഇഞ്ച് നമ്മളിവിടെ കട്ട് ചെയ്യും. അപ്പോൾ 1/2 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 1/2 ഇഞ്ച് നമ്മളിവിടെ കുറച്ചെന്ന് വെച്ച് നമുക്കിവിടെ വണ്ണത്തിന് കുഴപ്പമൊന്നും വരില്ല. കാരണം ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് ഇവിടെ വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഈ കഴുത്ത് വിടർന്നു വരും. അപ്പോൾ നമുക്കിവിടെ വണ്ണം കറക്റ്റായിട്ട് കിട്ടും. ഫ്രണ്ടിനെ അപേക്ഷിച്ച് 1/2 ഇഞ്ചും കൂടി ബാക്കിൽ കയറ്റി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം ഒരു കാര്യം. പിന്നെ ബാക്കിലെ വണ്ണം കറക്റ്റ് നമ്മൾ ചെസ്റ്റിൻ്റെ 4/1 9. ഇവിടെ ഒന്നും കൂട്ടണ്ട. ഫ്രണ്ടിൽ നമ്മൾ ടക്കിനുള്ള 1/2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. ബാക്കിൽ 1/2 ഇഞ്ച് കൂട്ടണ്ട. കറക്റ്റ് എടുത്താൽ മതി. കാരണം ഇത് നെക്ക് നമുക്ക് 10 ഇഞ്ചാണ് കിട്ടേണ്ടത്. വേണ്ട ഇത്രയും കിട്ടേണ്ടത്. ഇത്രയും ഇത് ലെങ്ത്ത് വരുമ്പോൾ കഴുത്ത് ഇങ്ങനെ വിടരുന്നതനുസരിച്ച് നമുക്ക് ഇവിടുത്തെ വണ്ണം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ഇതിങ്ങനെ നീങ്ങും. അപ്പോൾ കഴുത്തിൻ്റെ ഇവിടെ കുറയുമല്ലോ. കണ്ട ഇവിടെ ഇത്ര വ്യത്യാസം വരുമല്ലോ. 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം ഇവിടെ കാണിക്കും. അപ്പോൾ ഞാൻ ഈ ഷോൾഡർ നമ്മളൊപ്പം വെച്ചാണ് വെട്ടിയത്. ഇതിപ്പോൾ ഇങ്ങനെ 1/2 ഇഞ്ച് നമ്മളിവിടെ ബാക്കിൽ മാത്രം കയറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഷോൾഡർ വെച്ച് അടിക്കുമ്പോൾ ഒപ്പം കിട്ടണമല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള ഷോൾഡറാണ് നമ്മളിവിടെ എടുത്തേക്കണത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ കയറ്റി വെച്ചിട്ട് നമ്മളിവിടെ നെക്കിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്ക് കിട്ടണത് എത്രയെന്ന് നോക്കിയേ. ഇത്രയേ കിട്ടുള്ളൂ നെക്ക്. 1.25 ഇഞ്ച് നമുക്ക് നെക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ മാർക്കിലേക്ക് നമ്മൾ ഈ നെക്ക് യോജിപ്പിക്കാം. ഈ നെക്കിൻ്റെ അകലം ഇവിടെ കുറഞ്ഞത് ഇവിടെ നമ്മൾ കുറച്ചേക്കണ കാരണമാണ്. അതെപ്പോഴും ഓർമ്മയിൽ വേണം. എന്നിട്ട് നമ്മൾ നെക്ക് ഷേപ്പ് ചെയ്ത് വരച്ച് ഇനി നമ്മളിത് ഈ മാർക്കിൽ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കറക്റ്റ് ഇപ്പോൾ ഇത് നമുക്കിവിടെ മാർക്ക് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വരണേന്ന് വെച്ചാൽ നമുക്കിത് നിവർത്തിയിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് ഭാഗമാണ്. നമ്മുടെ ഫ്രണ്ട് നെക്കാണ്. ഈ ഫ്രണ്ട് നെക്കിൽ ബാക്ക് നെക്ക് ഇങ്ങനെയല്ലേ വന്നത്.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഷോൾഡർ ഇതിൻ്റെ ഒപ്പം ഇതാക്കുമ്പോൾ ഇതിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വിടരുമല്ല, അപ്പോൾ നമുക്ക് കഴുത്ത് കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ഈ ബാക്കിലെ നെക്ക് വിടുന്നതനുസരിച്ച് ഇത് ഇങ്ങോട്ട് നീങ്ങുമല്ല, കഴുത്ത് ഇങ്ങനെ നീങ്ങുമ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് കറക്റ്റായിട്ട് ഫ്രണ്ടിൻ്റെ ഒപ്പം തന്നെ ഈ ചെസ്റ്റ് ഇവിടെ കിട്ടും. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചുരിദാർ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കഴുത്ത് ഇങ്ങനെ വിടരും അല്ലേ, ഇങ്ങനെ വിടരും. അപ്പോൾ വിടർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇതിങ്ങനെ ചുളുക്ക് വരും. ഈ ഇങ്ങനെ വരുന്നതിൻ്റെ ഇങ്ങനെ വരുമ്പോൾ ചുളുക്ക് ഇവിടെ വരും. ഈ ചുളുക്ക് കളയാൻ വേണ്ടി നമ്മൾ ഇവിടെ ടക്ക് ഇട്ട് കൊടുക്കണം. ബാക്കിൽ ടക്ക് ഇടൂലേ, ബാക്കിൽ ഇങ്ങനെ ടക്ക് ഇടുമ്പോൾ ഈ ചുളുക്ക് ഓട്ടോമാറ്റിക്കായി ഇവിടുന്ന് പോകും. ഉണ്ടായി ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് പോകും. അപ്പോൾ ബാക്കിൽ ടക്ക് മസ്റ്റാണ്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങനെ വന്നത് ഇവിടെ നമ്മൾ ടക്ക് പിടിച്ചെടുത്ത ഫ്രണ്ടിലത്തെ ഇതും നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഈ വലിവിൻ്റെ ഈ ഇവിടെ വന്ന ചുളുക്ക് നമ്മൾ ഈ ടക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വിടർന്ന് വരുന്നതിന്, ഇങ്ങനെ വിടർന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇവിടെ കൂടുതലുണ്ടാവും. അത് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കണം, കട്ട് ചെയ്ത് കൊടുക്കണം. രണ്ട് ഭാഗവും നീങ്ങുമ്പോൾ ഇങ്ങനെ കൂടുതൽ വരും. ഈ കൂടുതൽ വന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ഇങ്ങനെ രണ്ട് ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഈ അറ്റത്തേക്ക് കൊണ്ടുവരരുത്, ഇവിടം വരെ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെന്ന് വെച്ച് കഴുത്തിൻ്റെ ലെങ്ത്ത് ഒന്നും കുറഞ്ഞൊന്നും പോകില്ല. ഇട്ട് വരുമ്പോൾ നല്ല കറക്റ്റായിട്ടായിരിക്കും കിട്ടണത്. താഴത്തുള്ള ഈ വൈഡിങ് തന്നെ നമുക്ക് മുകളിലും കിട്ടും. ഇങ്ങനെയാണ് കട്ട് ചെയ്തത് നിവർത്തി കഴിയുമ്പോഴുള്ള ഭാഗം. ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ വിടരും, ഇങ്ങനെ വിടരും. അപ്പോൾ ഈ ചുളുക്ക് ഇവിടെ വരൂലേ, ആ ചുളുക്ക് നമുക്ക് ഇതേപോലെ ടക്കിലേക്ക് കൊടുക്കണം. ആ ചുളുക്ക് ഇങ്ങനെ ടക്കിൽ ഈ ചുളുക്ക് പോകുമ്പോൾ ഇവിടുത്തെ ചുരുക്ക് മാറിക്കിട്ടും. കഴുത്ത് വിടർന്നാലും നമുക്ക് ആ ചുളുക്ക് ഇവിടെ ബാക്കിലിരുന്ന ടക്കിൽ പൊക്കോളും. അപ്പോൾ നമുക്ക് കണ്ട കഴുത്ത് ഇത്രയും വിടർച്ചയിൽ നമുക്ക് ഇവിടെ ഇരിക്കുകയും ചെയ്യും. ഏകദേശം ഒരു 15 ഇഞ്ചിൽ നമുക്കിവിടെ കഴുത്ത് ഫിനിഷ് ചെയ്യാം. നമുക്ക് 15 ഷോൾഡർ വേണ്ടത്, 15 നമുക്കിവിടെ ഷോൾഡർ വേണ്ടത്. തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് 15 ഇഞ്ച് നമുക്കിവിടെ കറക്റ്റ് കിട്ടുകയും ചെയ്യും. കഴുത്ത് ഇത്രയും ഇതേപോലെ വൈഡായി കിട്ടുകയും ചെയ്യും. ഇവിടുത്തെ ചുളുക്ക് പോവുകയും ചെയ്യും ഇവിടെ ഈ ടക്കിട്ട് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചുരിദാറും കുർത്തിയും ബ്ലൗസൊക്കെ ചെയ്യുമ്പോൾ ഡീപ്പ് നെക്കിന് ചെയ്യണ ഒരു ട്രിക്ക്. അപ്പോൾ ഇത് നിങ്ങളും ചെയ്ത് നോക്ക്. പിന്നെ ഇവിടുത്തെ ഈ ചെരിവും അത് മസ്റ്റായിട്ട് നമ്മൾ കളയണം. ആ ചെരിവ് കളയുമ്പോൾ ഈ അറ്റത്തേക്ക് ആ ചെരിവ് വരാണ്ട് നോക്കണം കേട്ടോ. ഏകദേശം ഇവിടം വരെ നമുക്ക് ആ ചെരിവ് കൊണ്ടുവന്നാൽ മതി, രണ്ട് ഭാഗത്തും. അതും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞെന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഫിറ്റിങ്ങിൽ തയ്ച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കഴുത്ത് ലൂസാവും, ഷോൾഡർ ഇറങ്ങി വരും. അപ്പോൾ അത് വരാതെ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് എടുക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.